സോ ഗുഡ് മോർണിംഗ് ബോയ്സ്. നമ്മളെ സ്വിഗ്ഗി ജോബിന് ഇറങ്ങിയിരിക്കുകയാണ്. പൈസ ഇല്ലാത്തത് കാരണം നൈസായിട്ട് ഞാൻ സ്വിഗ്ഗിയിൽ കയറിയിട്ടുണ്ട്. സമയം 10:50. എൻ്റെ ഷിഫ്റ്റ് വരുന്നത് 11 മണി ടു 4 മണി വരെയാണ്. നമുക്ക് ആപ്പ് ഓപ്പൺ ആക്കാം. ഇതാണ് സ്വിഗ്ഗീൻ്റെ ആപ്പ്. ഇത് ഓപ്പൺ ആക്കുന്നു, സ്റ്റാർട്ട് ഡ്യൂട്ടി അടിക്കുന്നു. നമ്മുടെ ഫേസ് അടിക്കണം എന്നൊക്കെ. ഞാൻ ഫേസ് നോർമലി കൊടുക്കാറില്ല. കിടക്കട്ടെ. ഇപ്രാവശ്യം വിത്ത് GOPRO. എന്താ യൂണിഫോം ഇല്ലാത്തതെന്നോ? ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദ യൂണിഫോം മാൻ. എന്നിട്ട് ഇതിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇന്നിപ്പം സാറ്റർഡേ ആയതുകൊണ്ട് ഇൻസെൻറ്റീവ് കുറച്ച് കൂടുതൽ കിട്ടും. നമ്മളെ മാക്സിമം ഇൻസെൻറ്റീവ് എത്തിക്കാൻ വേണ്ടി നോക്കാം. ചില ദിവസം നല്ല ഓർഡർ കിട്ടും, ചില ദിവസം തീരെ ഓർഡർ കിട്ടില്ല. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓർഡർ വന്നിട്ടുണ്ട്. പ്യുവർ സൗത്ത് നിന്നാണ്, നമ്മുടെ ബേബിയുടെ അവിടെ നിന്ന്. അതെടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി അഡ്രസ്സ് കാണിക്കുള്ളൂ. സോ നമുക്ക് ആദ്യം അതെടുക്കാൻ പോകാം. ഇനി PVS ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണം. ഇന്നിപ്പോൾ നമ്മൾ പ്യുവർ സൗത്ത് നിന്ന് പോയെടുത്ത ഓർഡറിന് ചെറിയൊരു പണി പിടിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓർഡർ ചെയ്ത ആളെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ആ നമ്പറിൽ കോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ വിളിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് സ്വിഗ്ഗിയിലെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു. അവർ പറഞ്ഞ് നമ്മൾ എവിടെയാണോ ആ ലൊക്കേഷൻ കൊടുത്തത് ലൊക്കേഷനിലിട്ട് പോവാം, എന്നിട്ട് അവിടുന്ന് എന്താ പറയുക ഹെൽപ്പ് പോയിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓർഡർ മാറിയിട്ടില്ല. ആ ആളുടെ മോനാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ വീണ്ടും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്ന് വിളിച്ചു നോക്കി. അപ്പം സെറ്റാണ്. PVS ഹോസ്പിറ്റലിൻ്റെ താഴെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ഓർഡർ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ തന്നെ ഇരിക്കാം, പ്രത്യേകിച്ച് എവിടെയും പോകണ്ട. വണ്ടി എടുത്ത് തള്ളത്തോട്ട് മാറ്റിയിടാം.